ഇൻസ്റ്റഗ്രാം റീലിലൂടെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച കേസിൽ പ്രതി ഷിംജിത അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടിയിലായത്. കേസെടുത്തതിന് പിന്നാലെ തന്നെ അവർ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഷിംജിത അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്. കേസിൽ നേരത്തെ തന്നെ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കോഴിക്കോട് ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. അതിനിടെ തന്നെ ഷിംജിത ആകട്ടെ വലിയ രീതിയിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കുവാനും സ്വകാര്യ ബസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുവാനുമുള്ള നീക്കത്തിലായിരുന്നു പോലീസ്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് യുവതി സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ദീപക് ജീവനൊടുക്കുകയാണ് ഉണ്ടായത്. യുവതിയുടെ പേരിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദീപകിന്റെ അമ്മ അവിടെ രാവിലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. യുവതി വീഡിയോയിലൂടെ തന്നെ തന്റെ മകനെ അപമാനിച്ചെന്ന പരാതിയിൽ അതിൽ വ്യക്തമായി തന്നെ പറയുന്നു. യുവതി മനഃപൂർവ്വം നടത്തിയ ക്രൂരവും അന്യായവുമായ പ്രവൃത്തിയാണ് മകന്റെ മരണത്തിന് ഇടയാക്കിയതെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. യുവതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ രംഗത്ത് വന്നിരുന്നു. ഇവർ മംഗളൂരുവിലേക്ക് കടന്നതായിട്ടാണ് ആദ്യം പോലീസിന് വിവരം ലഭിച്ചത്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ബന്ധുവീട്ടിൽ നിന്നും അറസ്റ്റിലായിരിക്കുന്നത്. ദീപകന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഇവരുടെ മൊബൈൽ ഫോണും പോലീസ് അവിടെ കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ അടക്കം പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിനിടെ തന്നെ ഷിംജിത ആകട്ടെ മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയത്. അതിനിടെ തന്നെ യുവതി വീഡിയോ ചിത്രീകരിച്ച ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് അവിടെ ശേഖരിച്ചു. എന്നാൽ ബസ്സിലെ തിരക്കിന്റെ ദൃശ്യങ്ങളാണ് അതിലുള്ളത്. യുവതി അവിടെ സാമൂഹിക മാധ്യമത്തിലാകട്ടെ പങ്കുവച്ച വീഡിയോ എഡിറ്റ് ചെയ്ത് നീളം കുറച്ചതാണ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീഡിയോയുടെ അവിടെ വലിയ പൂർണ്ണരൂപം വീണ്ടെടുക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടും. ഇതിനായി തന്നെ യുവതിയുടെ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വഴി സർവീസ് നടത്തുന്ന അൽ അമീൻ എന്ന സ്വകാര്യ ബസ്സിലാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത്. കേസ് രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ പോലീസ് ബസ് ഉടമയെ ബന്ധപ്പെടുകയും ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പയ്യന്നൂരിലെത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് CCTV ദൃശ്യങ്ങൾ അവിടെ പരിശോധിച്ചത്. ആ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇരുവരും ബസ്സിൽ കയറിയത് മുതലുള്ള ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. ഇത്തരമൊരു സംഭവം ബസ്സിൽ നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് കണ്ടക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുകയും എന്നാൽ ഇത്തരമൊരു പരാതി യുവതി നൽകിയിട്ടില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ദീപക് മുൻവശത്തെ വാതിലിലൂടെയും എന്നാൽ ഷിംജിത ആകട്ടെ പിൻവശത്തെ വാതിലിലൂടെയുമാണ് കയറിയതെന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.